പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ വചനത്താൽ നിങ്ങളേവരെയും അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സഹിച്ച് വിശുദ്ധീകരിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ദൈവവചനങ്ങളിൽ ഞങ്ങൾക്കായി വെളിപ്പെടുത്തിയിരിക്കുന്ന വലിയ ദൈവീക വെളിപാടുകളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ദുർബല ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവെ പ്രകാശിപ്പിക്കണമേ. ബലഹീന മനസ്സുകളെ പരിശുദ്ധാത്മാവെ പ്രകാശിപ്പിക്കണമേ. ദൈവമായ കർത്താവിന്റെ കൽപ്പനകളും വചനങ്ങളും പ്രവേശിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ വചനം കേൾക്കാൻ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, അനുഭവം പ്രാപിപ്പാൻ, ദൈവിക അഭിഷേകത്തിൽ ഇരിക്കാൻ തക്കവണ്ണം ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഇപ്പോൾ പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹിച്ച് വിശുദ്ധീകരിക്കുക ഇത് വലിയൊരു ദൈവിക രഹസ്യമാണ്. അച്ഛൻ ഒരു ദിവസം എറണാകുളത്തുള്ള ശുശ്രൂഷ കഴിഞ്ഞ് അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് തൃശ്ശൂരുള്ള ഒരു ഭവനത്തിൽ പ്രവേശിക്കാൻ ഇടവന്നു. അപ്പോൾ ആ ഭവനത്തിൽ ഒരപ്പനും ഒരമ്മയും ഒരുപാട് സങ്കടത്തോടെ ഇരുന്ന് വിഷമിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഈ ഞങ്ങളുടെ മകന്റെ ദുസ്ഥിതി ഓർത്താണ് ഞങ്ങൾ ഈ കരയുന്നത്. അമ്മ പൊട്ടിക്കരയുകയാണ്, ഹൃദ്രോഗിയാണ്, ഒരുപാട് രോഗവും ക്ഷീണവും പേറുന്നൊരമ്മ വാവിട്ട് പൊട്ടിക്കരഞ്ഞ് ആ രാത്രി ഞങ്ങളോട് പറയുകയാണ്, ഒരൊറ്റ മകനേ ഉള്ളൂ, അവൻ ദുർമാർഗിയായി പോയി. അവൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ മുഴുകി വൈകി, രാത്രി ഒരുപാട് വൈകിയാണ് അവൻ വീട്ടിൽ കയറി വരുന്നത്. മൂക്കറ്റ മദ്യപിക്കും. വീട്ടിൽ വന്നാൽ അപ്പനെ അമ്മയെ അനുസരിക്കുകയില്ല. അവൻ തോന്നിവാസത്തിൽ നടക്കുകയാണ്. അവൻ ചില പെണ്ണുങ്ങളുമായുള്ള പ്രേമബന്ധങ്ങളും ചില കൂട്ടുകെട്ടുകളിൽ മുഴുകിയുള്ള ദുർവൃത്തി നിറഞ്ഞ ജീവിതവും. പ്രാർത്ഥനയില്ല. ദേവാലയത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് വർഷങ്ങളായി. കുമ്പസാരവും കുർബാനയോ അവൻ അന്യമായി. അവൻ വിശുദ്ധി നഷ്ടപ്പെട്ട് പാപത്തിൽ ജീവിക്കുന്നത് കണ്ട് പൊട്ടിക്കരയുന്ന ഒരമ്മയെയും ഒരപ്പനെയുമാണ് ആ കുടുംബത്തിൽ കണ്ടത്. അവർ വേറെ ആരും ആ കുടുംബത്തിൽ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ ഈ ദുഃഖമെല്ലാം സഹിച്ച് ശരീരത്തിൽ രോഗിയായി, വിശപ്പില്ലാത്ത വിധം ശരീരത്തിൽ രോഗിയായി മാറി. അമ്മ ഹാർട്ട് പേഷ്യന്റ് ആണ്. ഈ ദുഃഖം സഹിച്ച് എന്നും വാവിട്ട് നിലവിളിക്കുക. ഇങ്ങനെ രണ്ട് ജീവിതങ്ങൾ കുടുംബത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവായ ദൈവത്തിന്റെ ആത്മാവ് അച്ഛൻ ഈ വെളിപാട് നൽകിയത്. അപ്പന്റെയും അമ്മയുടെയും സഹനം മക്കളുടെ വിശുദ്ധീകരണത്തിന് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് പായൽ പിടിച്ചാൽ അത് ചൂലും കൊണ്ട് അടിച്ച് വൃത്തിയാക്കാം. നാം ധരിക്കുന്ന വസ്ത്രത്തിൽ കറ വീണാൽ അത് കാരവും താളിയും ഉപയോഗിച്ച് അത് അലക്കി വെടിപ്പാക്കി നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നാം ഉപയോഗിക്കുന്ന വെള്ളത്തിലോ നാം കഴിക്കുന്ന ഭക്ഷണത്തിലോ മാലിന്യം കലർന്നാൽ അത് അരിച്ച് വൃത്തിയാക്കാം, അത് ശോധന ചെയ്ത് വൃത്തിയാക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കറ പിടിച്ചാലോ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ മാലിന്യം കലർന്നാലോ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി ബാധിച്ചാലോ സഹിച്ച് 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 നാം വിശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹിച്ച് വിശുദ്ധീകരിക്കണം, പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കണം. ഇതാണ് ദൈവമക്കളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ക്രമീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ പാരമ്പര്യത്തിൽ ഒരുപാട് സഹിച്ച് വിശുദ്ധീകരിച്ച മോനിക്ക പുണ്യവതിയെ നമുക്കറിയാം. മകൻ ആഗസ്തീനോസ് ഒരുപാട് പാപത്തിലും ഒരുപാട് തിന്മയിലും ഒരുപാട് അന്ധകാരത്തിലും ഒഴുകി നടന്ന നാളുകൾ.
പാപത്തിന്റെ കൂടായി മാറിയ അഗസ്തീനോസ്. എന്നാൽ മോനിക്ക പുണ്യവതി നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചും സഹിച്ചും മകന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിലകൊണ്ട് ദീർഘക്ഷമയോടെയുള്ള സഹനം, പ്രത്യാശയോടെയുള്ള പ്രാർത്ഥന, അത് മകന്റെ വിശുദ്ധീകരണത്തിന് കാരണമായി. അഗസ്തീനോസ് സഭയിലെ ഒരു മഹാവിശുദ്ധനായി ഉയർന്നു വന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ ദുർവൃത്തിയിൽ ഇരിക്കുന്നവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഹിക്കുക, കുടുംബത്തിൽ അന്ധകാരത്തിൽ ഇരിക്കുന്നവരുടെ വിശുദ്ധീകരണത്തിന് പ്രാർത്ഥിക്കുക, സഹിക്കുക, പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസമുള്ള ഒരു ദൈവ പൈതലിന്റെ സഹനത്തിനും പ്രാർത്ഥനയ്ക്കും അത്ഭുതകരമായ ശക്തിയുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രായശ്ചിത്ത പ്രവൃത്തികൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. പരിഹാര ജീവിതത്തിന് അത്ഭുതകരമായ വിലയുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബം, ഒരു അപ്പനോ ഒരു അമ്മയുണ്ടെങ്കിൽ ആ മക്കൾ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ ആ വ്യക്തി ഭാഗ്യവാൻ. അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ എല്ലാം സ്വപ്ന ലോകത്ത് നടക്കുന്നത് പോലെ നടക്കണം നിർബന്ധമില്ല. ഒരുപക്ഷെ കുടുംബത്തിൽ എല്ലാവരും വിശുദ്ധിയിലിരിക്കണം നിർബന്ധമില്ല. ജീവിത പങ്കാളി വഴിതെറ്റി പോകാം, മക്കൾ വഴിതെറ്റി പോകാം, മാതാപിതാക്കൾ വഴിതെറ്റി പോകാം. മദ്യപാനത്തിലും ചീട്ടുകളിയിലും ദുർവൃത്തിയിലും അന്ധകാരത്തിലും പാപത്തിലും പൈശാചിക പിടകളിലും ഭക്തിരാഹിത്യത്തിലും വിശ്വാസക്കുറവിലും കുടുംബാംഗങ്ങൾ വഴിതെറ്റി പോകാം. അങ്ങനെ ഒരു കുടുംബാംഗം വഴിതെറ്റി പോകുമ്പോൾ, ഒരു കുടുംബാംഗം കുടുംബത്തിൽ തിന്മയിലേക്ക് പോകുമ്പോൾ, അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റാരോപണവും കുറ്റപ്പെടുത്തലുകളും ആ വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ ഉതകുകയില്ല. ആ വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന അത്ഭുതകരമായ ഒരു വഴിയാണ് സഹിച്ച് വിശുദ്ധീകരിക്കുക, പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കുക. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിലാണ്. സഹനം നമുക്ക് ഒരു വെറുപ്പിക്കുന്ന സംഗതിയാകരുത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ജാതീയ ജീവിതം നയിക്കുന്ന പല വ്യക്തികളുടെയും കുടുംബത്തിൽ സഹനത്തിന് സ്ഥാനമില്ല. പല വ്യക്തികളുടെയും ജീവിതത്തിൽ സഹനത്തിന് വിലയില്ല. ഫിലിപ്പിയ 3:18 ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഒരു കുട്ടി വഴിതെറ്റി നടക്കുന്നു. ആ കുട്ടി പ്രാർത്ഥിക്കുന്നില്ല, ആ കുട്ടി പഠിക്കുന്നില്ല, ആ കുട്ടി തോന്നിവാസം നടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കുടുംബം ആ ദുഃഖം പങ്കിട്ട് വന്നു. അപ്പോൾ ആ കുടുംബത്തെ വിളിച്ച് സംസാരിച്ച് ചോദിച്ച് ആ കുട്ടിയുടെ അമ്മയുടെ ജീവിത രീതിയെക്കുറിച്ച് അന്വേഷിച്ച് അപ്പോഴാണ് മനസ്സിലാകുന്നത്, ആ കുട്ടി ഇങ്ങനെ ചീത്ത മാർഗത്തിൽ നടക്കുമ്പോഴും, ആ കുട്ടി പഠിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും ആ കുട്ടിയുടെ അമ്മയ്ക്ക് സീരിയൽ കാണുകയാണ് സന്തോഷം. ഒഴിവ് സമയം കിട്ടുമ്പോൾ മുഴുവൻ സമയം വരുന്ന സീരിയൽ കാണുക, ഒഴിവ് സമയം കിട്ടുമ്പോൾ സിനിമ കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പരദൂഷണം പറഞ്ഞും സീരിയൽ കണ്ടും സിനിമ കണ്ടും ആ കുടുംബത്തിൽ ആ വീട്ടമ്മ തന്റെ സമയം ചെലവഴിച്ചപ്പോൾ മക്കൾ പല വഴിയെ യാത്രയായി. ആ കുടുംബത്തെ വിളിച്ച് കുടുംബത്തിൽ അപ്പനും അമ്മയും പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നതിനെ കുറിച്ചും മക്കൾക്ക് വേണ്ടി സഹിക്കുന്നതിനെ കുറിച്ചും ആ കുടുംബത്തെ ഉത്ബോധിപ്പിച്ച് ആ അമ്മയും അപ്പനും കുടുംബത്തിൽ മക്കൾക്ക് വേണ്ടി സഹിച്ച്, മക്കൾക്ക് വേണ്ടി എളിമപ്പെട്ട്, മക്കൾക്ക് വേണ്ടി മുട്ടുകുത്തി, മക്കൾക്ക് വേണ്ടി ധ്യാനം കൂടി, മക്കൾക്ക് വേണ്ടി ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും തങ്ങളുടെ ജീവിതം എല്ലാ സഹനങ്ങളും ഏറ്റെടുത്ത് മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാനും തുടങ്ങിയപ്പോൾ ആ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ മക്കളുടെയും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായി. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നവരും പഠിക്കാൻ ഉത്സാഹമില്ലാതിരുന്നവരും പലതരത്തിലുള്ള തിന്മകളിൽ മുഴുകിയിരുന്നവരും എല്ലാ മക്കളുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടുകളിലും ജീവിത രീതികളിലും വ്യത്യാസം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ കുടുംബം വലിയ ദൈവിക സന്തോഷത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. മക്കൾ ദുർവൃത്തി നടക്കുമ്പോൾ സീരിയൽ കണ്ടും സിനിമ കണ്ടും സമയം പോകുന്ന വീട്ടമ്മ ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ ഭൂഷണമല്ല. ജീവിത പങ്കാളി മദ്യപാനത്തിലും ദുർവൃത്തിയിൽ ഇരിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, പരിഹാരം എടുത്ത് പ്രാർത്ഥിക്കുന്ന ജീവിത പങ്കാളി സഭയുടെ അഭിമാനമാണ്.
ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിശുദ്ധിയിലായിരിക്കില്ല. നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദൈവിക സുഹൃത്തിലല്ലെങ്കിൽ മദ്യപാനത്തിലോ വഴക്കിലോ കലഹത്തിലോ പലതരത്തിലുള്ള പൈശാചിക പീഡകളിലോ പൈശാചിക സ്വഭാവത്തിലോ ഇരിക്കുന്നവരാണെന്നിരിക്കട്ടെ, നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സഹനമെടുത്ത് വേദനയെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണ ഫലമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ സഹിച്ച് വിശുദ്ധീകരിക്കുമ്പോൾ, നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ യേശുക്രിസ്തു സഹിച്ചു. സഭയെ വിശുദ്ധീകരിക്കാൻ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ യേശുക്രിസ്തു സഹിച്ചു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അവരെ ഒരിക്കലും കുറ്റം പറയാതെ, അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്താതെ, അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി സഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ അത്ഭുത കൃപ ഇപ്പോൾ ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കട്ടെ. വിശ്വാസത്തിന്റെ അത്ഭുത അഭിഷേകം, വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മേൽ പ്രവഹിക്കട്ടെ. ഓ ദൈവമേ, ഒത്തിരി പാപത്തിലും രോഗത്തിലും തിന്മയിലും അന്ധകാരത്തിലും പൈശാചിക വഴികളിലും ദുർവൃത്തിയിലും ജീവിക്കുന്ന ദൈവമക്കളെ സത്യത്തിന്റെ അഭിഷേകത്തിലേക്ക്, വിശുദ്ധിയുടെ അഭിഷേകത്തിലേക്ക്, ദൈവാത്മ മാർഗത്തിലേക്ക് പിന്തിരിപ്പിക്കാൻ തക്കവണ്ണം സഹിച്ചു ജീവിക്കാൻ, പ്രാർത്ഥിച്ചു ജീവിക്കാൻ, എളിമയോടെ ദൈവസന്നിധിയിൽ ശരണപ്പെട്ട് സഹിച്ചും പ്രാർത്ഥിച്ചും തന്റെ കുടുംബാംഗങ്ങളുടെ വിശുദ്ധീകരണത്തിൽ നിലകൊള്ളാനുള്ള ആത്മീയ പൗരുഷം കുടുംബാംഗങ്ങൾക്ക് കർത്താവെ ദാനമായി ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ സ്നേഹിച്ച് സഹിക്കാനുള്ള കൃപ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത അഭിഷേകം നിറയട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ. ദൈവജനം വിശുദ്ധിയിലേക്ക് ഉയരാൻ തക്കവണ്ണം കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ, അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനെ. ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ, അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനെ. ആഴങ്ങളറിയുന്ന ഈശോ. ദിവ്യകാരുണ്യനാഥനായ യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു സിസ്റ്റർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ സബീന മുള്ളൂർ കൊച്ചിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ എല്ലാ ഞായറാഴ്ചയുമുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ആരാധനയുടെ സമയത്ത് യേശുവിനെ കരം നീട്ടി വിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ എന്റെ യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ വലത് കൈപ്പത്തിയുടെ മുകളിൽ ഉണ്ടായിരുന്ന വലിയ 2 അരിമ്പാറ പൂർണ്ണമായും എന്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോയി. അതുപോലെ ഞാൻ ആരാധന കഴിഞ്ഞു നോക്കുമ്പോൾ ഇടത്തെ കൈയിൽ ഉണ്ടായിരുന്നതും പൂർണ്ണമായും പറഞ്ഞുപോയി. എന്റെ 2 കൈകളിൽ ഉണ്ടായിരുന്ന അരിമ്പാറകൾ
ആരാധനയുടെ സമയത്ത് യേശുനാഥൻ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കൊച്ചിയിൽ നിന്നും സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ മറ്റൊരു വ്യക്തിയുടെ അനുഭവം, ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ എന്റെ ഈശോ എന്നെ ഒത്തിരി സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന എന്റെ പീഡയായിരുന്നു മൂത്ര സംബന്ധമായ തടസ്സം. ഞാൻ കഴിഞ്ഞ ആഴ്ച അഭിഷേകാഗ്നി പ്രാർത്ഥനയുടെ സമയത്ത് എന്റെ യേശുവെ എന്റെ മൂത്ര സംബന്ധമായ രോഗപീഠകളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഈശോ എന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കർത്താവിന്റെ പ്രിയദാസിയെ കർത്താവ് അനുഗ്രഹിച്ച് സുഖപ്പെടുത്തി. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. റോസി ജോസ്, തൃശ്ശൂര്. ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. 22/6/2007 പ്രോഗ്രാമിൽ ഞാൻ എന്റെ 2 വേദന കണ്ണീരോടെ സമർപ്പിച്ചു. ഒന്ന്, എന്റെ മകൾക്ക് 8 വർഷത്തിലധികമായി ട്രാൻസ്ഫർ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. 2, എന്റെ മകന് അനുയോജ്യമായ ഒരു ജോലി കിട്ടണം. ഒത്തിരി കാലമായി ജോലി കിട്ടാതെ അന്വേഷിക്കുകയായിരുന്നു. ഈ 2 കാര്യങ്ങൾക്കും ഞാൻ എന്റെ ഈശോയോട് അപേക്ഷിച്ചു, സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. 1/8/2007 എന്റെ മകൾക്ക് തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ കിട്ടി, ഓർഡർ വന്നു. അതുപോലെ തന്നെ എന്റെ മകന് നല്ലൊരു കമ്പനിയിൽ 3/8/2007 നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. മൂന്നാമതൊരു കാര്യം കൂടെ കർത്താവ് എന്റെ കുടുംബത്തിൽ അനുഗ്രഹിച്ചു തന്നു. 7/8/2007 എന്റെ മകന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദിവ്യകാരുണ്യ ഈശോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ ചൊരിഞ്ഞു തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തി ശ്രദ്ധിക്കുക. എടത്തൊട്ടിയിൽ നിന്നാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ ഭർത്താവിന്റെ മൂക്കിൽ ദശ വളർന്ന് സ്ഥിരം തുമ്മുന്ന ഒരു അലർജി പീഡയാൽ ഭാരപ്പെടുകയായിരുന്നു. വർഷങ്ങളായിട്ടുള്ള രോഗപീഡയാണത്. ആരാധനയുടെ സമയത്ത് ഞാൻ എന്റെ ഭർത്താവിന്റെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ എന്റെ ഭർത്താവിന് തുമ്മൽ സംബന്ധമായ രോഗപീഠ ഉണ്ടായിട്ടില്ല. എന്റെ ഭർത്താവിന്റെ മൂക്കിലെ ദശ വിട്ടുമാറി എന്റെ ഭർത്താവ് സൗഖ്യം പ്രാപിച്ചു. എന്റെ ഈശോ ഭർത്താവിനെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ വേദന എന്താണോ അതിപ്പോൾ കർത്താവിലേക്ക് സമർപ്പിക്കുക. പൊട്ടിക്കരഞ്ഞ് യേശുവിനെ വിളിക്കുക. നാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി യേശുവിനെ വിളിക്കുമെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് നിങ്ങൾ എവിടെയാണോ ആ മുറിയിൽ, ആ വീട്ടിൽ, ആ സ്ഥാപനത്തിൽ അവിടെ കർത്താവിന്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കും. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിക്കുക. സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, മക്കളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളി ഓർത്ത് കണ്ണീരൊഴുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോരുത്തരുടെ സഹനം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടെ കർത്താവ് അനുവദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു ഇടവക വികാരിയച്ഛന്റെ സഹനം ഇടവകയിലെ മുഴുവൻ മക്കളുടെ വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവ പദ്ധതിയാണ്. ഒരു മദറിന്റെ സഹനം ആ മദറിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ സിസ്റ്റേഴ്സിന്റെയും വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. ഓരോ കുടുംബാംഗങ്ങളുടെ സഹനം കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. മക്കളുടെ സഹനം മാതാപിതാക്കന്മാരുടെ വിശുദ്ധിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ജീവിത പങ്കാളിയുടെ സഹനം ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങളുടെ എല്ലാ സഹനങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെച്ച് 2 കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശുദ്ധീകരണത്തിന് അത്ഭുത കൃപ ഒഴുകട്ടെ. കർത്താവെ, ഒരുപാട് വേദനകളും ഒരുപാട് ഭാരങ്ങളും ഒരുപാട് കണ്ണുനീര് സഹിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിഹാരമായി കാഴ്ചവെക്കുന്ന ജീവിത രീതി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും രൂപപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാശ്ചിത്ത ജീവിതം നയിക്കുന്ന, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹിച്ച് ജീവിക്കുന്ന നല്ല സ്നേഹത്തിന്റെ ജീവിത രീതി കുടുംബങ്ങളിൽ വീണ്ടും വീണ്ടും പുഷ്ടി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപാവര ശക്തി എല്ലാ ദൈവമക്കളെ വീണ്ടും ജീവിപ്പിക്കട്ടെ, വീണ്ടും ശക്തി നൽകട്ടെ, വീണ്ടും ഉണർവ് നൽകട്ടെ. മടുത്തിരിക്കുന്നവർ വീണ്ടും പുതുശക്തി പ്രാപിക്കട്ടെ. ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ. എൻ്റെ പേര് ജൂലി പാപ്പച്ചൻ. എൻ്റെ വീട് എറണാകുളത്ത്. എനിക്ക് 8 വർഷമായി ക്യാൻസർ രോഗം തുടങ്ങിയിട്ട്.
എല്ലാ വർഷവും ഞാൻ ധ്യാനം കൂടുമായിരുന്നു. 2 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ നോർമൽ എന്ന് പറഞ്ഞു. 6 മാസത്തിന് മുമ്പ് ഒരു ടെസ്റ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഈ രോഗം തീർത്തും മാറിയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. എന്നാലും എനിക്ക് വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ബ്ലഡൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മെഡിക്കൽ ടെസ്റ്റിൽ ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് കഴിഞ്ഞത് മുതൽ എനിക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകണം, അറിയാതെ പോകണം. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. 6 മാസമായി. ഇപ്പം അത് തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ്റെ പ്രോബ്ലമാണ്, ഇത് തീർത്ത് മാറുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടിട്ട് മരുന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ 4 ഫ്രണ്ട്സുമായിട്ടാണ് ഇവിടെ ധ്യാനത്തിന് വന്നത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചാണ് വന്നത്. ഇവിടെ വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ വീട്ടുകാരും ഒത്തിരി വിഷമിച്ചു, ഞാൻ എന്ത് ചെയ്യുന്നു. പക്ഷേ 2 ദിവസം വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചൊവ്വാഴ്ച ഇന്നലെയും ഇന്നും എനിക്കൊരു പ്രോബ്ലമില്ല. എല്ലാ ദൈവത്തിനും നന്ദി. ആലീസ്, സ്ഥലം കൊട്ടേകാട്. എനിക്ക് 25 കൊല്ലമായി തണ്ടലുവേദന. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു മാർഗമില്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് കുറച്ച് നാള് പല ചികിത്സകളും ചെറിയത് ചെയ്തു കൊണ്ടുവന്നു. എന്നിട്ടും മാറണില്ല. വെട്ടുകാട് ഒരു മലയാളം ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ചവിട്ടി ഉഴിച്ചിൽ നടത്തി. ഓരോ പ്രാവശ്യം പോകുമ്പോൾ 500 രൂപ വേണം. അതിനും മാർഗമില്ലാണ്ടായപ്പോ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോണില്ല, വേദന സഹിക്കാനും വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരു വചനം കേട്ടാ എന്തായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളുടെ നാത്തൂന്റെ ഒരു മകൻ ഇവിടെ വന്ന് വചനം കേൾക്കാൻ വന്നിരുന്നു. ആ മകൻ വന്നിട്ട് പറഞ്ഞു അമ്മായി വിഷമിക്കണ്ട, ഞാൻ പോയി ബുക്ക് ചെയ്തിട്ടുണ്ട്, അമ്മായി വേഗം ധ്യാനത്തിലേക്ക് പോവുക. ഇവിടെ വന്ന് ഇന്നലെ ആരാധനയുടെ സമയത്ത് എനിക്കത് സുഖപ്പെട്ടു. ഇന്നലെ 25 വർഷമായുള്ള നടുവേദന അച്ഛൻ പറഞ്ഞു ജീവിതത്തിൽ ഈശോ അത്ഭുതകരമായി എടുത്തു മാറ്റി. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ എന്നാലും നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ വൈകുന്നേരമായപ്പോ ബാത്റൂമിൽ പോയി ഞാൻ കുമ്പിട്ട് നിന്ന് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ കുമ്പിട്ട് നീർന്ന് നോക്കിയപ്പോ ഒരു വേദനയും ഇല്ല എനിക്ക്. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.